സോ നമ്മൾ അടുത്ത് നോക്കുന്നത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സസ് ആണ്. അപ്പോൾ ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് നമ്മൾ മെയിനായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് 4 കേസസിലാണ്. ഒരെണ്ണം ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്, ദെൻ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ്, തേർഡ് ഇൻക്ലൈൻ പ്ലെയിൻ സർഫസും പിന്നെ ഒരു കർവ്ഡ് സർഫസും. അപ്പോൾ ഈ 4ലും നമ്മൾ ആകെ 2 പാരാമീറ്റേഴ്സേ കണ്ടുപിടിക്കുന്നുള്ളൂ. ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ. അതിൻ്റെ ഡെഫിനിഷനിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുന്നത് ആദ്യം ഒരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ആണ്. അതായത് പ്ലെയിൻ സർഫസ് മീൻസ് ഇതിന് തിക്നെസ് ഒന്നുമില്ല, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ്. ഇതിനെ നമ്മൾ വേർട്ടിക്കലി ഒരു വാട്ടറിനകത്ത്, ഇതാണ് വാട്ടർ ലെവലെങ്കിൽ ഇതിന് താഴെ നമ്മൾ ഇതുപോലെ വച്ച് കഴിഞ്ഞാൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സും അത് എവിടെ ആക്ട് ചെയ്യും അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഒബ്ജക്റ്റ്, ഇത്രയും തിക്നെസ് ഉള്ള ഒരു സാധനം നമ്മൾ വെള്ളത്തിനകത്ത് ഇമ്മേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ആക്ട് ചെയ്യുന്ന ഒരു ടോട്ടൽ ഫോഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ടോട്ടൽ പ്രഷർ ചിലപ്പോൾ ഇവിടെയോ ഏതെങ്കിലും ഒരു പോയിന്റിലായിരിക്കും ആക്ട് ചെയ്യുന്നത് ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അതായത് ഫ്രീ സർഫസിൽ നിന്ന് എത്രയോ ഹൈറ്റ് താഴെ ഒരു പോയിന്റിൽ ഈ ടോട്ടൽ എഫ് ആക്ട് ചെയ്യുന്ന ആ റീജിയൻ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് നോക്കുക. Total pressure is defined as the force exerted by a static fluid on a surface, either plane or curved surface, when the fluid comes in contact with the surfaces. This force always acts normal to the surface. നമ്മൾ സർഫസ് എടുത്തതിന് നോർമൽ ആയിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ ഈസ് ഡിഫൈൻഡ് ആസ് ദി പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ദി ടോട്ടൽ പ്രഷർ ഓൺ ദി സർഫസ്. അപ്പം ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻസ്. ആൻഡ് അത് ഫോർമുലയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ടോട്ടൽ പ്രഷറിൻ്റെ ഫോർമുല റോ ജി എ എച്ച് ബാർ ആണ്. അതായത് നമ്മുടെ സർഫസ് എടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ, ഇപ്പോൾ വാട്ടറാണ് ഇതിന് മേളിലോട്ടുള്ളതെങ്കിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റി നമുക്കറിയാം, റോ 1000 ആണ്, ജി 9.81. ഇപ്പോൾ ഈ ഒരു പ്ലെയിൻ സർഫസ് ആണ് ഇമ്മേഴ്സ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ ഈ വിഡ്ത്ത് ഇൻറ്റു അത്രയും ലെങ്ത് എത്രയാണോ അത്രയും ഇൻറ്റു ദിസ് എച്ച് ബാർ. എച്ച് ബാർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ സെൻട്രോയിഡ് അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഏത് പോയിന്റിലാണ്. ഇപ്പം ഇത് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് ഇതിരിക്കുന്നത് ഇത്രയും ഹൈറ്റിലാണ്. അപ്പം ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൻ്റെ കറക്റ്റ് എഡ്ജ് അതിൽ തട്ടിയിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് താന്നും ഇരിക്കാം. അപ്പം ഈ ഒരു ഫിഗറിൻ്റെ സെൻട്രോയിഡ്, ഇപ്പോൾ ടോട്ടൽ ഹൈറ്റ് ഇത്രയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിലായിരിക്കും നമുക്ക് അതിൻ്റെ എന്ത് വരുന്നത്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ സെൻട്രോയിഡ് വരുന്നത്. അതിന് നമുക്ക് ജി പോയിൻ്റ് എന്ന് എടുക്കാം. അപ്പോൾ ഈ ജി പോയിൻ്റ് ഇവിടെ നിന്ന് ഏറ്റവും ഫ്രീ സർഫസ് ഓഫ് വാട്ടർ തൊട്ട് എവിടം വരെയാണോ ഉള്ളത് ഇതിനെയാണ് നമ്മൾ എച്ച് ബാർ എന്ന് എടുക്കുന്നത്. അപ്പോൾ ഈ ജി പോയിന്റ് മേളിലോട്ട് ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര ഹൈറ്റ് വരും? എച്ച് ബാർ ഇത്രേ വരുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അതിൻ്റെ എച്ച് ബാർ അല്ലെങ്കിൽ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ മെഷർ ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ഒരു ടോട്ടൽ പ്രഷർ, അങ്ങനെ നമ്മൾ ടോട്ടൽ പ്രഷറിൻ്റെ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു, സേ അറൗണ്ട് 10,000 ന്യൂട്ടൺ. ഇനി ഈ 10,000 ന്യൂട്ടൺ നമ്മൾ പറഞ്ഞു ഏതോ ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ ആ സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ എച്ച് സ്റ്റാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇരുന്ന ഈ ഒരു ഒബ്ജക്റ്റിൽ എച്ച് ബാറും എച്ച് സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അതായത് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിരിക്കും. അപ്പോൾ ഈ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ തൊട്ട് എവിടെയാണോ നമ്മുടെ ഈ പോയിന്റ് പി വരുന്നത്, അപ്പം ഈ പിയിലായിരിക്കും ദിസ് എൻറ്റയർ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ടോട്ടൽ ഹൈറ്റിനെയാണ് നമ്മൾ എച്ച് സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പം ഈ 2 പോയിന്റ്സും ക്ലിയർ ആക്കണം. എച്ച് ബാർ എന്ന് പറയുന്നത് നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്ന പോയിന്റും, എച്ച് സ്റ്റാർ എന്ന് പറയുന്നത് ഏതാണ്? സെൻറ്റർ ഓഫ് പ്രഷർ. അതായത് ഈ ടോട്ടൽ ഫോഴ്സ് എഫ് ആക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ സർഫസിൽ കണ്ടുപിടിക്കേണ്ട 2 കാര്യങ്ങൾ. അതായത് നമ്മുടെ എച്ച് ബാർ ആദ്യം നമുക്ക് കണ്ടുപിടിക്കുക, ദെൻ എച്ച് സ്റ്റാർ കണ്ടുപിടിക്കണം, ദെൻ നമ്മൾ ഈ ഫോഴ്സ് ടോട്ടൽ പ്രഷർ എഫ് കണ്ടുപിടിക്കാനും അറിയുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് ആണ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഇങ്ങനെ കിടക്കുന്നു, ഈ പ്ലെയിൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിയും ജിയും എല്ലാം ഒരേ പ്ലെയിനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എത്ര ഹൈറ്റാണോ താന്നിരിക്കുന്നത് അവിടെ തന്നെയാണ് അതിൻ്റെ എച്ച് ബാറും എച്ച് സ്റ്റാറും എല്ലാം വരുന്നത്. സോ അതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനോ പ്രോബ്ലംസോ ഒന്നും ഇല്ല. എഫ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല എന്ത് തന്നെയാണ്? റോ ജി എച്ച് ബാർ.
ആ എച്ച് ബാർ എന്ന് പറയുന്നത് ഫ്രീ സർഫസ് ഓഫ് വാട്ടറിന് എത്ര താന്നിരിക്കുന്നു അത് തന്നെയാണ് അതിൻ്റെ എച്ച് ബാർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് ആണ്. ഇൻക്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഈ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നു. സോ അത് കാരണം അവിടെ ഒരു എഫും ഉണ്ട് എച്ച് സ്റ്റാറും ഉണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം. ദെൻ എ കർവ്ഡ് സർഫസ്. അപ്പോൾ ഇപ്പം നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും കഴിഞ്ഞു. ആ വെർട്ടിക്കലിൻ്റെ പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഈ കൺസെപ്റ്റ് കുറച്ച് ക്ലിയർ ആവും. എന്നിട്ട് ഇതിൻ്റെ ഡെറിവേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അതിൻ്റെ ഫ്ലോ എന്നൊന്ന് അറിഞ്ഞിരിക്കാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഈ എഫ് എങ്ങനെ വന്നു, എച്ച് സ്റ്റാറിൻ്റെ ഡെറിവേഷൻ എന്താണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. സോ എപ്പോഴും നമ്മൾ നോക്കുന്ന പോലെ ആദ്യം ഒരു പ്രോബ്ലം നോക്കി അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, ദെൻ ഇതിൻ്റെ ഡെറിവേഷൻ നോക്കാം. സോ ഈ പ്രോബ്ലം നോക്കുക. ഇതിൽ 2 കേസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു റെക്ടാങ്കുലർ സ്ലാബ് തന്നിരിക്കുന്നത്, നമുക്കൊരു വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ് ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് 3 മീറ്ററും വിഡ്ത്ത് 2 മീറ്ററും ആണ്. ഇത് കേസ് 1 ഫ്രീ സർഫസ് ഓഫ് വാട്ടറും ആയിട്ടാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ കേസ് വന്നപ്പോൾ അത് 2.5 മീറ്റർ ബിലോ ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടറിലാണ് ഇരിക്കുന്നത്. നമ്മളോട് ഇതിൻ്റെ രണ്ടിൻ്റെയും എഫും ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, സെൻറ്റർ ഓഫ് പ്രഷറും കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഈസ് ഈക്വൽ ടു റോ ജി എ എച്ച് ബാർ. സോ റോ ഈസ് 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ ഈസ് 3 ഇൻറ്റു 2 ഇൻറ്റു എച്ച് ബാർ എന്ന് പറയുന്നത് എവിടെ വരും? ഈ ഒരു ഫ്രീ സർഫസ് വാട്ടറുമായിട്ട് തട്ടിയിരിക്കുന്നത് കാരണം ഇതിൻ്റെ സെൻട്രോയിഡ് എത്രയായിരിക്കും? 1.5 ആയിരിക്കും. സോ ഇൻറ്റു 1.5. സോ ദ ആൻസർ ഈസ് 88,290 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ടുള്ള നമ്മുടെ ഫോമുല എന്താണ്? ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഐ ജി എന്ന് പറയുന്നത് എന്താണ്? ഫോർ എ റെക്ടാങ്കിൾ ഇറ്റ് ഈസ് ബി ഡി ക്യൂ ബൈ 12 ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു ഡി ഇൻറ്റു എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ബി ഡി ക്യൂബിൽ ബി എത്രയാണ്? 2 ഇൻറ്റു ഡെപ്ത് ഈസ് 3 ക്യൂബ് ഡിവൈഡ് ബൈ 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 ഇൻറ്റു എച്ച് ബാർ ഈസ് 1.5 പ്ലസ് 1.5. സോ അത് ആൻസർ വിൽ ബി 2 മീറ്റർ. സോ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് കേസ് സോൾവ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞപ്പോൾ എഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റോ ജി എ എച്ച് ബാർ. അതിൽ എച്ച് ബാർ മാത്രം വ്യത്യാസം വരും, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. 1000 ഇൻറ്റു 9.81 ഇൻറ്റു 6 ഇൻറ്റു ഇവിടെ നമ്മുടെ ജി പോയിൻ്റ് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് വരുന്നത്. സോ ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് 1.5 കിട്ടും. ബട്ട് 2.5 മീറ്റർ അത് താഴെ ആയത് കാരണം ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 4 മീറ്റർ വരും. സോ ഇൻറ്റു 4 വിച്ച് വിൽ ബി ഈക്വൽ ടു 2,35,440 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി എച്ച് സ്റ്റാർ കണ്ടുപിടിക്കാനായിട്ട് ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇവിടെയും ഇതിന് ഐ ജിയുടെ വാല്യൂവിന് മാറ്റമില്ല, ബി ഡി ക്യൂ ബൈ 12 തന്നെയാണ്. സോ 2 ഇൻറ്റു 3 ക്യൂബ് ബൈ 12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3 ഏരിയ ഇൻറ്റു എച്ച് ബാർ എന്ന് പറയുന്നത് സെയിം, ഇവിടുത്തെ അതേ വാല്യൂ തന്നെ വരും, 4 പ്ലസ് 4. ആൻസർ ഈസ് 4.1875 മീറ്റേഴ്സ് എന്ന് കിട്ടും. സോ ഈ രീതിയിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കുക. ഇതിലൊരു ഐസോസെലസ് ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൻ്റെ വിഡ്ത്ത് 4 മീറ്ററും ഹൈറ്റും 4 മീറ്ററാണ്. അപ്പം ഇതിൽ ബി ഈസ് ഈക്വൽ ടു 4 മീറ്റർ, എച്ച് ഈസ് ഈക്വൽ ടു 4 മീറ്റർ. ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫും എച്ച് സ്റ്റാറും, ടോട്ടൽ ഫോഴ്സ് ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ജി എ എച്ച് ബാർ. ഇവിടെ ഡെൻസിറ്റി 0.9 എന്ന് തന്നു. സോ 0.9 ഇൻറ്റു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ ഓഫ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ എന്താണ്? ഹാഫ് ബി ഇൻറ്റു എച്ച്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 16 ഇൻറ്റു 8. സോ ഇൻറ്റു 8 ഇൻറ്റു എച്ച് ബാർ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി വരെയുള്ള ഡിസ്റ്റൻസ് വെറുതെ നോർമലി ഇരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കതിൻ്റെ ഏറ്റവും ബേസിൻ്റെ അടുത്തോട്ട് വരും. സോ ഇത്രയും ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് h/3. ടോട്ടൽ ഹൈറ്റിൻ്റെ h/3 ആയിരിക്കും. ഇവിടെ അത് ഇൻവേഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന കാരണം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h/3 ആയിരിക്കും. സോ എച്ച് ബാർ വിൽ ബി ഈക്വൽ ടു 4/3. സോ ഇൻറ്റു 4/3. സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 9597.6 ആസ് ടോട്ടൽ ഫോഴ്സ് ആൻഡ് എച്ച് സ്റ്റാർ വിൽ ബി ഈക്വൽ ടു ഐ ജി ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഐ ജി എന്ന് പറയുന്നത് ഫോർ എ ഐസോസെലസ് ട്രയാങ്കിൾ ഇറ്റ് ഈസ് ഗിവൻ ബൈ ബി എച്ച് ക്യൂബ് ബൈ 36. ബി എത്രയാണ് ഇവിടെ? 4 ഇൻറ്റു 4 ക്യൂബ് ഡിവൈഡ് ബൈ 36.
ആൻസർ ഈസ് 7.11 മീറ്റർ റേസ് ടു 4. അപ്പോൾ നമുക്കിപ്പോൾ ഐ ജിയുടെ വാല്യൂ ആയി ഇതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു 7.11 ഡിവൈഡഡ് ബൈ ഏരിയ 8 ആണ്. 8 ഇൻറ്റു എച്ച് ബാർ ഈസ് 4/3 പ്ലസ് 4/3. സോ ദ ആൻസർ ഈസ് 1.99 മീറ്റർ. സോ ഈ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത്. ജസ്റ്റ് നമ്മൾ സെൻട്രോയിഡ് എടുക്കാനും മനസ്സിലാക്കിയിരിക്കുക, എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷൻസ് ഓർത്തിരിക്കുക. സോ നമ്മൾ കണ്ടു ടോട്ടൽ പ്രഷറിൻ്റെ റെപ്രസെൻറ്റേഷൻ എഫ് ആണ്. സോ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് നത്തിങ് ബട്ട് പ്രഷർ ഇൻറ്റു ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം, ഇവിടെ റോ ജി എച്ച് ആണ്. ഈ നമ്മളൊരു ഇമ്മേഴ്സ്ഡ് ഒബ്ജക്റ്റിനാണെങ്കിൽ റോ ജി എച്ച് ഈസ് ദി പ്രഷർ ആൻഡ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സ്ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ബിയും ഇതിൻ്റെ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ വിഡ്ത്ത് ബി ആയിട്ട് എടുത്തു, അതിൻ്റെ തിക്നെസ്സിനെ ഡി എച്ച് ആയിട്ട് എടുക്കുക. സോ ഫോഴ്സ് എഫ് വിൽ ബി ഈക്വൽ ടു റോ ജി ഇൻറ്റു എച്ച് ഇൻറ്റു ഇവിടെ നമുക്കൊരു ഈ ഒരു സെക്ഷൻ്റെ മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. സോ അതിൻ്റെ ഫോഴ്സിനെ നമുക്ക് ഡി എഫ് എന്ന് കൊടുക്കാം. സോ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്, ഇതാണ് നമ്മുടെ ഈ ഒരു സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ദെൻ വിൽ ഗെറ്റ് എഫ് ഈസ് ഈക്വൽ ടു റോ ജി ഇൻറ്റു ബി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് ബിക്കംസ് എ. സോ ഇൻ്റഗ്രൽ എച്ച് ഇൻറ്റു ഡി എ എന്ന് കിട്ടും. സോ ദിസ് എച്ച് ഇൻറ്റു ഡി എ ഈസ് നത്തിങ് ബട്ട് എച്ച് ബാർ ഇൻറ്റു എ. സോ റോ ജി എച്ച് ബാർ റോ ജി എ എച്ച് ബാർ എന്ന് നമുക്ക് ഫോഴ്സിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. നെക്സ്റ്റ് വിൽ സീ ദി ഡെറിവേഷൻ ഫോർ സെൻറ്റർ ഓഫ് പ്രഷർ. സോ ഈ സെൻറ്റർ ഓഫ് പ്രഷർ നമ്മൾ മെക്കാനിക്സിൽ പഠിച്ച മൊമെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നെറ്റ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഇപ്പം കുറേ കമ്പോണൻസ് ഉണ്ടെങ്കിൽ ആ എവറി കമ്പോണൻറ്റിൻ്റെ നമ്മുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്ത് ആഡ് ചെയ്യുന്നത് വിൽ ബി ഈക്വൽ ടു ദ ടോട്ടൽ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു അതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഹൈറ്റ് എടുക്കുക. നമ്മുടെ വാരിഗ്നൻസ് തിയറം സെയിം ആണ് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എഫ് ആണ് ടോട്ടൽ ഫോഴ്സ്, റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു നമ്മുടെ ആ സെൻറ്റർ ഓഫ് പ്രഷർ പി വരെയുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഹൈറ്റ് എത്രയാണ്? എച്ച് സ്റ്റാർ ആണ് ഇവിടുത്തെ ടോട്ടൽ മൊമെൻറ്റം അല്ലേ? ടോട്ടൽ മൊമെൻറ്റിന് ഈക്വൽ ആയിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ഇൻറ്റു എച്ച് സ്റ്റാർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് ഇവിടെ നമ്മൾ വീണ്ടും ഈ ഒരു സ്ട്രിപ്പിൻ്റെ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് എന്താണ്? ഡി എഫ് ഇൻറ്റു അതിൻ്റെ സെൻറ്ററിലുള്ള ഹൈറ്റിന് നമുക്ക് എച്ച് എന്ന് എടുക്കാം, ആ മൊമെൻറ്റ്. സോ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഡി എഫ് ഇൻറ്റു എച്ച് ഫോർ ദിസ് പെർട്ടിക്കുലർ സ്ട്രിപ്പ്. ഇനി ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ ഡി എഫ് ഓൾറെഡി ഇവിടെ നിന്ന് കണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഈക്വൽ ടു റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്, റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച്. സോ ഇതിനെ നമുക്ക് നെറ്റ് ഫോഴ്സ് ആയിട്ട് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇതുപോലെ കുറേ സ്ട്രിപ്സിൻ്റെ ടോട്ടൽ ഇൻ്റഗ്രലാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. സോ ഇതിനെ എല്ലാത്തിനും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫോർ റോ ജി എച്ച് ഇൻറ്റു ബി ഇൻറ്റു ഡി എച്ച് വിൽ ബി ഈക്വൽ ടു റോ ജി നമുക്ക് കോമൺ എടുക്കാം ഇൻറ്റു ഈ പറയുന്ന ബി ഇൻറ്റു ഡി എച്ച് ആണ് നമ്മുടെ ഏരിയ. സോ ഇവിടെ രണ്ട് ഇൻറ്റു ഒരു എച്ചും കൂടി ഇവിടെ വരും. ഇത് ഡി എഫും ഇതൊരു എച്ചും. സോ ഇവിടെ നമുക്ക് എച്ച് സ്ക്വയർ വരും. സോ എച്ച് സ്ക്വയർ ഇൻറ്റു ഡി എ നമുക്ക് ഇൻ്റഗ്രലിനകത്ത് വരുന്നു. കറക്റ്റ്. സോ ഇതാണ് നമ്മുടെ ടോട്ടൽ, ഇതുപോലെ കുറേ സ്ട്രിപ്സ് ഉള്ളതിൻ്റെ ടോട്ടൽ മൊമെൻ്റ് ആണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. അതിൽ ഈ പറയുന്ന ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ക്യാൻ ബി ഇക്വേറ്റഡ് ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ I0. സോ ഈ റോ ജി I0 ആണ് ഇപ്പോൾ നമ്മുടെ ടോട്ടൽ മൊമെൻറ്റ്. ഈ കുറേ കുഞ്ഞു കുഞ്ഞു പാർട്സിൻ്റെ ടോട്ടൽ മൊമെൻ്റാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇത് ഏതിന് ഈക്വൽ ആയിരിക്കും? എഫ് ഇൻറ്റു എച്ച് സ്റ്റാറിന് ഈക്വൽ ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു റോ ജി I0. എഫ് നമുക്ക് ഓൾറെഡി ഡിറൈവ് ചെയ്തറിയാം. ഇറ്റ് ഈസ് റോ ജി എ എച്ച് ബാർ ഇൻറ്റു എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു റോ ജി I0. റോ ജി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്റ്റാർ ഈസ് ഈക്വൽ ടു I0 ബൈ എ എച്ച് ബാർ. ആൻഡ് വി നോ I0 ഈസ് ഈക്വൽ ടു IG പ്ലസ് എ എച്ച് ബാർ, നമ്മുടെ പാരലൽ ആക്സിസ് തിയറം. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് സ്റ്റാർ വിൽ ബി ഈക്വൽ ടു IG ബൈ എ എച്ച് ബാർ
പ്ലസ് എച്ച് ബാർ എന്ന് കിട്ടും. സോ ദിസ് ഈസ് അവർ ഇക്വേഷൻ ഫോർ ദി സെൻറ്റർ ഓഫ് പ്രഷർ. സോ അടുത്ത നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അതായത് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ്ലി പോവാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ടോട്ടൽ പ്രഷറിൻ്റെ ഇക്വേഷനിൽ മാറ്റമൊന്നുമില്ല. റോജി എ എച്ച് ബാർ തന്നെയാണ്. ബട്ട് ഒൺലി ഡിഫറൻസ് ഈസ് ഫോർ ദി സെൻറ്റർ ഓഫ് പ്രഷർ. അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഐ ജിയുടെ കൂടെ ഒരു സൈൻ സ്ക്വയർ തീറ്റയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തീറ്റ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് എ റെക്റ്റാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide and 3 meter deep. അപ്പം നമുക്ക് 2 meter വൈഡും 3 meter ഡീപ്പും ഇതൊരു പ്ലെയിൻ പേപ്പറിൽ നമ്മൾ വരച്ച് നോക്കുക. 2 meter and 3 meter, 2 meter wide and 3 meter deep. ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ലൈസ് ഇൻ എ വാട്ടർ ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് പ്ലെയിൻ മേക്സ് ആൻ ആംഗിൾ 30 degree വിത്ത് ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. അതായത് വൈഡ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഡെപ്ത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സോ ഈ ഒരു ഫ്രീ സർഫസ് ഓഫ് വാട്ടർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ ഫ്രീ സർഫസ് ഓഫ് വാട്ടറിൽ നിന്ന് ഇങ്ങനെ ആംഗിളിലാണ് ഇരിക്കുന്നത്. ആൻഡ് ഡിറ്റർമിൻ ദി ടോട്ടൽ പ്രഷർ ആൻഡ് സെൻറ്റർ ഓഫ് പ്രഷർ വെൻ അപ്പർ എഡ്ജ്, ഈ അപ്പർ എഡ്ജ് 1.5 meter ബിലോ. അതായത് ഇതിങ്ങനെ നമ്മുടെ ഈ സർഫസിൻ്റെ പ്രൊജക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇപ്പോൾ ഈ ബി ആണെങ്കിൽ ഈ ഇൻക്ലിനേഷനാണ് ആംഗിൾ തീറ്റ. ആൻഡ് അത് 30 degree ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഹൈറ്റ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 1.5 meter. അപ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇത് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ സെൻറ്റർ ഓഫ് പ്രഷറും ടോട്ടൽ ഫോഴ്സും കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഈ ഒരു രീതിയിലായിരിക്കും. നമുക്കതിനെ റെക്റ്റാങ്കിളായിട്ട് വരയ്ക്കാം. ഇത് 2 meter വൈഡുമാണ്, 3 meter ഡീപ്പുമാണ്. സോ അത് നമ്മൾ കാണിച്ചു. ഇനി നമുക്കിതിൽ തീറ്റ ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. എഫിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ജി എ എച്ച് ബാർ. ഇതിൽ റോ 1000 ആണ്, ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ ഈസ് 6 ഇൻറ്റു എച്ച് ബാർ എന്ന് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് സെൻട്രോയിഡ്. അതായത് ഈ പോയിൻറ്റിൻ്റെ ഹൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കുക. അതായത് ഈ ഹൈറ്റ് നമുക്ക് വേണം. സോ ഇത്രയും നമുക്ക് എത്രയാണെന്ന് അറിയാം? 1.5 ആണെന്ന് അറിയാം. ഈ ആംഗിള് എത്രയായിരിക്കും? 30 degree ആയിരിക്കും. അപ്പോൾ അത് യൂസ് ചെയ്ത് നമുക്ക് സൈൻ തീറ്റ വെച്ച് ഈ ഹൈറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് പി ക്യു ഈസ് സെയിം ആസ് 1.5 ബിക്കോസ് പാരലൽ ലൈനാണ്. ആൻഡ് ക്യു ആർ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഇത് 90 degree വരും. സോ സൈൻ തീറ്റ വിൽ ബി ഈക്വൽ ടു ക്യു ആർ ബൈ എ ആർ. ഇതിൽ എ ആർ എന്ന് പറയുന്ന ഇത്രയും ഡിസ്റ്റൻസ് നമ്മുടെ 1.5 വരും. കാര്യം ഇത് ടോട്ടൽ ലെങ്ത് ഇതിൻ്റെ 3 meter ആണ്. സോ അതിൻ്റെ ഹാഫ് 1.5 വരും. സോ ക്യു ആർ ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു സൈൻ 30 വിച്ച് ഈസ് ഈക്വൽ ടു 0.75. സോ ദ ഡിസ്റ്റൻസ് പി ആർ വിൽ ബി ഈക്വൽ ടു 1.5 പ്ലസ് ദിസ് 0.75 വിച്ച് ഈസ് ഈക്വൽ ടു 2.25. സോ ഇതെടുത്ത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൽ ഗെറ്റ് ദി ആൻസർ ഫോർ ദി ടോട്ടൽ പ്രഷർ ആസ് 132,435 Newton. 132,435 Newton ടോട്ടൽ പ്രഷർ കിട്ടി. ഇനി എസ് സ്റ്റാർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഐ ജി ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ. ഇതിൽ ഐ ജി എന്ന് പറയുന്നത് നമ്മുടെ റെക്റ്റാങ്കിളിൻ്റെ സെയിം ഫോർമുല തന്നെയാണ്. ഐ ജി ഈസ് ഈക്വൽ ടു ബി ഡി ക്യൂ ബൈ 12. വിഡ്ത്ത് എത്രയാണ്? 2 ഇൻറ്റു 3Q ബൈ 12 വിച്ച് ഈസ് ഈക്വൽ ടു 16 meter/4. ആൻഡ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി 16 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു എച്ച് ബാർ ഈസ് നമുക്ക് എച്ച് ബാർ കിട്ടിയത് 2.25 ആണ്. സോ ഇൻറ്റു 2.25 പ്ലസ് 2.25 വിച്ച് വിൽ ബി ഈക്വൽ ടു 2.33 meter. സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻക്ലൈൻഡിൻ്റെ പ്രോബ്ലം ചെയ്യുന്നത്. ഈ ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ആ തീറ്റ വാല്യൂ കണ്ടുപിടിക്കുക. എച്ച് സ്റ്റാറിൻ്റെ ഇക്വേഷനിലും സൈൻ സ്ക്വയർ തീറ്റയുടെ ടേം ആഡ് ചെയ്യുക. ഈ ഇൻക്ലൈൻഡിൽ ഈ ഒരു 3 പ്രോബ്ലം കൂടെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് എഫ് എമ്മിൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാണ്ട് ഒരു സൊല്യൂഷൻ ഇല്ല. ഞാനിപ്പോൾ ഒരു 10-20 പ്രോബ്ലം ഇതിൽ ചെയ്താലും നിങ്ങളൊരു 2-3 പ്രോബ്ലം സ്വന്തമായിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല.
കൺസെപ്റ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പുതിയതായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഓരോരോ ചെറിയ ചെറിയ മൈന്യൂട്ട് ഡിഫറൻസസ് ആണ് ഓരോ പ്രോബ്ലത്തിൽ വരുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ എഴുതുക, സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം സൊല്യൂഷൻ നോക്കുക, അതിലെന്താണ് വ്യത്യാസമെന്ന് നോക്കുക, എന്നിട്ട് ആൻസറും സ്വന്തമായിട്ട് ചെയ്ത് തന്നെ നോക്കുക. സെയിം ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. കാര്യം ചിലപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ മാത്തമാറ്റിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു എറർ വരാം. അപ്പോൾ ആ ഒരു തെറ്റ് നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിക്കുക. സോ ദാറ്റ് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. സോ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇതിൽ കേർവ്ഡ് സർഫസ്. അപ്പോൾ കേർവ്ഡ് സർഫസ് നമ്മൾ ഇത്രയും കണ്ടതിൽ നിന്ന് ഒരു ചെറിയ ഡിഫറൻസും കൂടെ ഉണ്ട്. അതായത് ഇപ്പോൾ AB എന്ന് പറയുന്നതാണ് നമ്മുടെ കേർവ്ഡ് സർഫസ്. ഈ നമ്മുടെ ഗേറ്റ്സിൽ, നമ്മുടെ ഡാംസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡാമിൽ നിന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ഗേറ്റ് വഴിയാണ്. അപ്പോൾ ഈ ഗേറ്റ്സ് ഒക്കെ നമ്മൾ കൂടുതലും കേർവ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പം ഇതിൽ ഈ ഒരു കേർവ്ഡ് സർഫസ്, ആ ഗേറ്റിൻ്റെ കേർവ്ഡ് സർഫസ് AB ആണെങ്കിൽ അതിൽ നമ്മൾ ഈ പറയുന്നത് പോലെ 2 കമ്പോണൻസ് ആയിരിക്കും വരുന്നത്. അതായത് FX കമ്പോണൻറ്റും ഉണ്ടാവും, അവിടെ FY കമ്പോണൻറ്റും ഉണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് ടോട്ടൽ ഫോഴ്സ് ഒരു F മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 2 കമ്പോണൻസ് വരും, FX കമ്പോണൻറ്റ് ആൻഡ് FY കമ്പോണൻറ്റ്. വെർ ദിസ് FX കമ്പോണൻറ്റിൻ്റെ ഇക്വേഷൻ സെയിം ആണ്, ρg A h ബാറും. ബട്ട് FY കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ദ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ AB അപ് ടു ദി ഫ്രീ സർഫസ് വരെ എടുക്കണം. അപ്പോൾ നമ്മളിതിൽ മിസ്റ്റേക്ക് പറ്റുന്നത് ചിലപ്പോൾ ഈ ഒരു ഇത്രയും സെക്ഷനെ നമ്മൾ എടുക്കുകയുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ ഈ ഒരു സെക്ഷൻ വരെയല്ല, അപ് ടു ഫ്രീ സർഫസ് വരെയുള്ള എത്ര വെള്ളമാണോ അതിൻ്റെ എൻറ്റയർ ഫോഴ്സാണ് ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് അല്ലെങ്കിൽ FI ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു കണ്ടീഷൻ. ഇതേ കേർവ്ഡ് സർഫസ് തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഇവിടുത്തെ കേർവ്ഡ് സർഫസിനകത്തായിരുന്നു വെള്ളം, ഇവിടെ കേർവ്ഡ് സർഫസിൻ്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് വാട്ടർ ഫോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? ദ സെയിം വേ തന്നെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കേർവ്ഡ് സർഫസിനകത്ത് വാട്ടർ ഇല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാട്ടർ എങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യണം വാട്ടർ ഈ ഒരു കേർവ്ഡ് സർഫസിനകത്ത് ഫുള്ളുണ്ട്, ഇതിനകത്ത് ഫുള്ളായിട്ട് വാട്ടർ നിൽക്കുന്നുണ്ട്. സെയിം ഈ കേസ് പോലെ ആക്കിയിട്ട് ഇതിനെ അങ്ങ് സോൾവ് ചെയ്യുക. അപ്പോൾ അകത്തില്ലാതെ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വാട്ടർ ഉള്ളതെന്ന് കാണിച്ചാലും വി ഹാവ് ടു ഇമാജിൻ വാട്ടർ ഈസ് ഇൻസൈഡ് ദിസ് കർവ്ഡ് ഏരിയ ആൻഡ് സോൾവ് ദി പ്രോബ്ലം. അപ്പോൾ ഇത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ദിസ് പ്രോബ്ലം: കമ്പ്യൂട്ട് ദി ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് ദി ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കർവ്ഡ് സർഫസ് AB. ഈ സർഫസിൽ ആക്ട് ചെയ്യുന്ന FX കമ്പോണൻറ്റ് FY കമ്പോണൻറ്റുമാണ് കണ്ടുപിടിക്കേണ്ടത്. വിച്ച് ഈസ് ഇൻ ദി ഫോം ഓഫ് എ ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ഓഫ് റേഡിയസ് 2 മീറ്റർ. അപ്പം ഇത് ഇത്രയും ഹൈറ്റ് 2 മീറ്ററും ഇത് ഇത്രയും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അപ് ടു ദിസ് ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഇറ്റ് ഈസ് 1.5 മീറ്റർ. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇതിൻ്റെ ഹൈറ്റ് 3.5 മീറ്റേഴ്സ് ആണ്. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ FX കമ്പോണൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് FX ഈസ് ഗിവൺ ബൈ ρg A h bar വിച്ച് ഈസ് ഈക്വൽ ടു 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത്. ഇതിൽ FX ഈ കേർവ്ഡ് സർഫസിൻ്റെ വരുന്നത് ഈ പോർഷനിലും ഇതിൻ്റെ റിയാക്ഷൻ വരുന്ന FI ഇവിടെയാണ്. സോ ഈ FX ആക്ട് ചെയ്യുന്ന നമ്മുടെ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്, അതിൻ്റെ പ്രൊജക്ഷൻ. സോ അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വിഡ്ത്ത് വി ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് യൂണിറ്റി ആണ്. സോ ഈ ടോട്ടൽ കേർവ്ഡ് സർഫസിൻ്റെ ഹൈറ്റ് 2ഉം അതിൻ്റെ വിഡ്ത്ത് യൂണിറ്റി ആയത് കാരണം ഏരിയ വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 1. നമുക്കിനി H ബാർ നോക്കിക്കഴിഞ്ഞാൽ H ബാർ നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്ന എവിടെ നിന്നാണ്? ഫ്രം ദി ഫ്രീ സർഫസ് ഓഫ് വാട്ടർ. ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഇവിടെ എത്രയാണ് ഹൈറ്റ്? 1.5 പ്ലസ് ഇതിൻ്റെ ഹാഫ് വരെ. ആ റെക്ടാംഗിൾ പ്രൊജക്ഷൻ ആയത് കാരണം അതിൻ്റെ സെൻട്രോഡ് അതിൻ്റെ ഹാഫിലായിരിക്കും. സോ 1 മീറ്റർ. സോ ദ ടോട്ടൽ H ബാർ ഡിസ്റ്റൻസ് വിൽ ബി 2.5 അല്ലേ? 1.5 പ്ലസ് 1. സോ ദി ആൻസർ വിൽ ബി ഈക്വൽ ടു 49050 or 49,050 ന്യൂട്ടൺ. നൗ ഇതിൻ്റെ FY കണ്ടുപിടിക്കാനായിട്ട്, FI എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തു. ഇറ്റ് ഈസ് എ വെയിറ്റ് ഓഫ് വാട്ടർ സപ്പോർട്ടഡ് ബൈ AB അപ് ടു ദി ഫ്രീ സർഫസ്. അപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? G ഇൻറ്റു മാസ്, ഗ്രാവിറ്റി ഇൻറ്റു മാസ് ചെയ്യുക. മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം ഓർ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഡെൻസിറ്റി നമുക്ക് കോമൺ എടുത്തു കഴിഞ്ഞാൽ വോളിയം ഓഫ് ഇത്രയും DAOC ആ ഒരു റെക്റ്റാങ്കിൾ സെക്ഷൻ പ്ലസ് വോളിയം ഓഫ് ഈ കർവ്ഡ് സെക്ഷൻ AOB
അതാണ് നമ്മുടെ ടോട്ടൽ വോളിയം. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 10,000 ഇൻറ്റു 9.81 ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ എന്തായിരിക്കും 1.5 ഇൻറ്റു 2, അത് ഏരിയ ഇൻറ്റു ലെങ്ത്. നമുക്ക് വിഡ്ത്ത് യൂണിറ്റി ആയിട്ട് എടുക്കുന്ന കാരണം ഇറ്റ് വിൽ ബി 1 പ്ലസ് ആ ക്വാഡ്രൻറ്റിൻ്റെ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു പൈ ആർ സ്ക്വയർ, പൈ ഇൻറ്റു 2 സ്ക്വയർ ഡിവൈഡ് ബൈ 4 ക്വാഡ്രൻ്റ് ആയത് കാരണം. സോ ദ ആൻസർ വിൽ ബി ഈക്വൽ ടു 60249.1 ന്യൂട്ടൺ. സോ ഇങ്ങനെയാണ് നമ്മൾ കേർവ്ഡ് സർഫസസിൻ്റെ പ്രോബ്ലത്തിൽ എഫ് എക്സ് കമ്പോണൻറ്റും എഫ് വൈ കമ്പോണൻറ്റും സോൾവ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എഫ് എക്സ് കമ്പോണൻ്റ് എടുക്കുമ്പോൾ ഏരിയ നമ്മൾ സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ അല്ല എടുക്കേണ്ടത്, അതിൻ്റെ പ്രൊജക്ഷനിൽ ഈ ഒരു ലൈൻ അതിൻ്റെ ഒരു എന്തായിട്ട് എടുക്കുക, റെക്റ്റാങ്കിളായിട്ട് എടുക്കുക. ആൻഡ് അതിൻ്റെ ഹൈറ്റ് ഇൻറ്റു അതിൻ്റെ വിഡ്ത്ത് നമുക്ക് ക്വസ്റ്റ്യനിൽ മിക്കവാറും യൂണിറ്റി ആയിട്ടേ തരുള്ളൂ. സോ ആ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഹൈറ്റ് എച്ച് ബാർ എടുക്കുന്നത് നോർമൽ ഇത് തന്നെയാണ്, ഏറ്റവും ടോപ്പ് സർഫസ് തൊട്ട് നമ്മുടെ അതിൻ്റെ ഹാഫ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള 2 പ്രോബ്ലംസ് ടെക്സ്റ്റിലൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ഇതേ ഒരു തിയററ്റിക്കൽ കൺസെപ്റ്റ് വരുന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക. കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്മുടെ ലോഗ് ഗേറ്റ്സിൻ്റെ പോലത്തെ പ്രോബ്ലംസ് ഒന്നും നമ്മൾ അധികം പ്രാക്ടീസ് ചെയ്യേണ്ട. ഈ ഒരു കൺസെപ്റ്റിൽ നിൽക്കുന്ന കർവ്ഡ് സർഫസസിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഒന്ന് അറ്റംപ്റ്റ് ചെയ്യുക.